തൂവല് കഴിഞ്ഞോ? കളക്ഷൻ എത്രയുണ്ട്? കുഴപ്പമില്ല. നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത്? കൂടുതലും ഫ്രീ പാസ്സാ. 8 പോലീസുകാര്, പഞ്ചായത്തിന് 10, പിന്നെ സ്ഥിരം 8. ഏത് സ്ഥിരം? കുഞ്ഞുകുട്ടിന് 7 പേരും. അയാൾ വന്നോ? என்னால பழைய செல்வமாக முடியாது. ചുമ്മാ മീനാക്ഷി വിടണോ? അവള് വരാനിരിക്കായിരുന്നു. പിന്നെന്താ, ഇരുന്ന സ്ഥലത്ത് എഴുതേക്കാൻ പറ്റില്ലേ? അങ്ങനെയല്ല. എങ്ങനെയല്ല? അവളെയും കൊണ്ട് താൻ സിനിമക്ക് വരാമെന്ന് എന്നോട് 6ാമത്തെ പ്രാവശ്യമാ താൻ പറയുന്നത്. അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു. അപ്പൊ താൻ പറഞ്ഞു അവൾ പനി പിടിച്ച് കിടക്കുകയാണെന്ന്. പനി മാറിയപ്പോ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തത്. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു. താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ടുപോവാ. ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ. അതിപ്പോ പടം തുടങ്ങിപ്പോയല്ലോ. അത് സാരമില്ല, അവൾ വരട്ടെ. ഞാൻ ആദ്യം മുതൽ വീണ്ടും. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല, അവക്കൊരു വിഷമം. എന്തിന്? ആരെങ്കിലും ചത്തോ? അതല്ലെന്ന്, ഉടുത്തോണ്ട് വരാൻ ഒരു നല്ല സാരി ഇല്ല. കഴിഞ്ഞ മാസം ഞാനൊരു സാരി വാങ്ങിച്ചു തന്നതല്ലേ, അത് താൻ കൊടുത്തില്ലേ? അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്ത് പോയി. പിന്നെ അത് അലക്കില്ലേ? അതാ പറ്റിയ അബദ്ധം. അലക്കി തേച്ചപ്പോ തേപ്പൂട്ടിക്ക് ചൂട് കൂടി സാരി ഉരുക്കി. ഇത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ. ഇന്ന് രാവിലെ ഉരുകിയത്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. കിടക്കൽ മൂട്ടുണ്ടോ? അതല്ലടോ, ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല. ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല. ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ. അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിനിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞുകുട്ടനായിട്ട് എന്താ വിശ്വാസമായി. ആദ്യം അവൾ വരട്ടെ, എന്നിട്ട് വിശ്വസിക്കാം. തുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അയ്യപ്പ, നീ എന്റെ പുറകെ എത്ര നടന്നാലും ഇനി ഒരു പ്രയോജനവും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. സാക്ഷാൽ അയ്യപ്പ സ്വാമി വന്നാ പോലും ഒരു ചില്ലി കാശിന് ഞാൻ തരില്ല. എന്നാ ഞാൻ ഇനി കട തുറക്കുന്നില്ല. തുറന്നിട്ട് എന്താ കാര്യം? വിൽക്കാൻ വല്ലതും വേണ്ടേ? ഇതുവരെ വിറ്റ സാധനങ്ങളുടെ കാശൊക്കെ എന്ത് ചെയ്തു? അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവാത്തത്. മുഴുവൻ സാധനം കൊണ്ടുവന്ന് പറ്റുകാരില്ലേ, അവർ മാസം ആദ്യമേ കാശ് തരും. പറ്റുകാരുടെ കാര്യം പറഞ്ഞ് നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി മതി. വണ്ടിക്കാരെന്നെ അവിടെ കാത്തു നിൽപ്പുണ്ടാവും. ഞാൻ ചെന്നിട്ട് വേണം ചിരക്കിറക്കാൻ. നീ ഇന്നലെ ചന്തയിൽ വളം കൊണ്ടുവരാന്ന് പറഞ്ഞ് കാശും കൊണ്ടുപോയിട്ട് സാധനം എവിടെ? നീ എവിടെ പോവാ? വളം വാങ്ങിച്ചിട്ട് വരാം. ആകാശം പോയി. എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവന്റെ കാശ് കൊടുക്കരുതെന്ന്? നീ പോയി കുറച്ചുകൂടി ഇഡ്ഡലി ഉണ്ടാവും. ഓ, അവിടെ ഇനി കൊണ്ടുവരാനൊന്നുമില്ല. ഇഡലി അല്ലേ ഇരിക്കുന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. 10,000 കൊണ്ട് നിറയട്ടെ. അമ്പേ, തിന്നു മുടിക്കാൻ മാത്രമായിട്ടുണ്ട് ജന്മം. നിക്ക്, ഇതാ പട്ടാളക്കാരന് കൊണ്ടുപോകാൻ വെച്ച പാത്രമല്ലേ? ഇതുവരെ കൊണ്ടുപോയില്ലേ? ആര് കൊണ്ടുപോവാനാ? മീനാക്ഷി കൂട്ടാക്കുന്നില്ല. അവക്കെന്താ? മീനാക്ഷി, എന്താടി നിനക്ക്? അങ്ങേര് ഒരു കടും പൊട്ടന. ഇന്നലെ ഒരാവശ്യമില്ലാതെ എന്റെ നേരെ ചാടി. താക്കോല് കൊടുക്കാൻ ചെന്നപ്പോ നീ ഗോവിന്ദൻ നായരുടെ മകളാണെന്ന് വിചാരിച്ച അയാൾ കരുതിർത്തതാ. ഞാൻ പറഞ്ഞപ്പോഴാ പിടികിട്ടിയത്. നീ കൊണ്ട് കൊടുക്ക. ഗോവിന്ദൻ നായർ പറഞ്ഞിട്ടാ അലക്കാൻ വല്ലതും ഉണ്ടോ? അലക്കാൻ അന്നൊന്നും ഉണ്ടാവില്ല, നാളെ വന്നോളൂ. പാലിത്രയും മതിയോ? നാഴി പാലിന്റെ ആവശ്യമുള്ളൂ. ഞാൻ കട്ടന. മീനാക്ഷി അല്ലേ? എന്താ തുറന്നു നോക്കിക്കോളൂ. മറ്റേ ആളിവിടെ. ആര്? ഒരു പോത്തില്ലേ ഇവിടെ? ഇന്നലെ കിടന്ന് ചീറിയില്ലേ? മീശ. നീ എന്താണ് ഇവിടെ ഇങ്ങനെ? ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇഷ്ടായില്ലയോ? ഇഷ്ടായിട്ടില്ല എന്നല്ല, പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ തമ്പനാണ് ഞാൻ. റൊട്ടിയും പാലും ഒക്കെ ഇപ്പോഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കൂ. ഇവിടെ എന്താ എല്ലാരും കഴിക്കാന്ന് വെച്ചാ അത് തന്നെ മതി എനിക്കും. ഞങ്ങളൊക്കെ വെറും നാടൻ രീതിക്കാരാണ്. അത് തന്നെയാണ് എനിക്കും താല്പര്യം. എവിടെ? ഞാനൊന്ന് കാണട്ടെ. അമ്മയാ. ഓ, ഇതാണോ കേളൻ? കേളനോ? കേളൻ എന്ന് പറഞ്ഞ കേളുനായർ, കേളപ്പൻ നായർ അങ്ങനെ വല്ലതും ആണോ? കേളനല്ല, കേണൽ. കേണൽ അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അത് പേരല്ല, പട്ടാളത്തിനൊരു പദവിയാ. അപ്പൊ പേരില്ലേ? പേരുണ്ട്. RV തമ്പുരാൻ. തമ്പുരാൻ എന്ന് വിളിക്കും.
തമ്പുരാനും തമ്പുരാട്ടിന്നും ഒക്കെ ഇവിടെ ചെറുമക്കളാ ഞങ്ങളെ വിളിക്കുക. അതെങ്ങനെ ഒരു പേരാകുക? കേളാന്ന് തന്നെ വിളിക്കാം, അതാ ഒരു സുഖം. ആ, ഞാൻ ആച്ചമ്മ. എല്ലാവർക്കും ഞാൻ ആച്ചമ്മയാ. കേളനും അങ്ങനെ വിളിച്ചാ മതി കേട്ടോ. ഇതെന്റെ മൂത്ത മകൻ കുമാരു. ഞങ്ങൾ ഇന്നലെ പരിചയപ്പെട്ടു. ഓ, ഇത് രണ്ടാമത്തവൻ അയ്യപ്പൻ. ഡാ ഇങ്ങോട്ട് മാറിക്കടാ. ഇതല്ലേ അവൻ കുഞ്ഞൂട്ടൻ. എല്ലാവർക്കും കൃഷി തന്നെ പണി. അയ്യേ, എനിക്ക് കൃഷിയൊന്നുമില്ല. ഞങ്ങൾ കൃഷി ചെയ്യും, അവൻ തിന്ന് തീർക്കും. ഞാനൊരു ചെറിയ കട നടത്തുന്നുണ്ട്, അങ്ങോട്ട് പോകാൻ ഇറങ്ങിയായിരുന്നു. ഞാൻ ഇറങ്ങിക്കോട്ടെ. ആ ചെല്ല് ഇരിക്കെ, കേളം ഇരിക്കെ. ഇവരുടെ അച്ഛൻ കൗണ്ടറുടെ കാര്യസ്ഥനായിരുന്നു. എന്ന് വെച്ചാ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അവര് ഞങ്ങളെ കരുതിയിരുന്നത്. അവിടെ ഒരു വിരുന്നുകാരൻ വരിക എന്ന് വെച്ചാ ഇവിടെ വന്ന മാതിരിയല്ലേ? അല്ല, കാലത്ത് കൊടുത്തയച്ചോന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. റൊട്ടിയും ചപ്പാത്തിയും ഒക്കെ തിന്ന് മടുത്തിട്ടാത്രേ ഇങ്ങോട്ട് വന്നത്. നാടൻ രീതികളൊക്കെയാ ഇഷ്ടം. നമുക്ക് ബുദ്ധിമുട്ടാവും, പുറത്തുനിന്ന് വാങ്ങി കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അത് ശരിയാവില്ല. കൗണ്ടർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് താമസിക്കുമ്പോ അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ. ശരിയാവില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓ ഓ, പിന്നെ കാലത്തൊരു പെൺകുട്ടി ആഹാരം കൊടുത്ത് അയച്ചില്ലേ, അവളെ ഇനി അങ്ങോട്ട് അയക്കണം. ആ, എന്താ എന്തു പറ്റി? അതാ പെൺകുട്ടിക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയില്ല. കുരുത്തക്കേട് ഒരല്പം കൂടുതലാണ്. എന്ത് കുരുത്തക്കേടാ നീ കാണിച്ചെന്നാ ചോദിച്ചത്? വെറുതെ അല്ല അയാളൊന്നും കഴിക്കാത്തത്. അതിനെന്താ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിച്ചോളാം. എല്ലാം കൂടെ എടുത്ത് അവന്റെ തൊണ്ടയിലിട്ട് ഇട്ടുകൊട്. എന്താടി കാണിച്ചത്? ഞാനൊന്നും കാണിച്ചില്ല. പെണ്ണിന് അഹമ്മദ് കുറച്ച് കൂടുന്നുണ്ട്. കേളം പറഞ്ഞല്ലോ നിനക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ അറിഞ്ഞുകൂടാന്ന്. സത്യം പറ, നീ എന്താ അവിടെ പോയി ഒപ്പിച്ചത്? ഞാൻ മീശ ഉണ്ടോന്ന് ചോദിച്ചു. ഓ, അത് ശരി. അപ്പൊ അയാൾക്ക് മീശക്കച്ചവടാ. പണിയെടുക്കടാ. അതല്ല, ഞാൻ അയാളുടെ കാര്യസ്ഥനോട് മീശ അകത്തുണ്ടോന്ന് ചോദിച്ചു. കേളനെ നീ മീശയെന്ന് വിളിച്ചോ? അയാൾ ആരാന്നറിയാവോടി നിനക്ക്? കൗണ്ടറുടെ വീട്ടിൽ വന്ന ഒരാളിനോട് മര്യാദയായിട്ട് പെരുമാറിയില്ലെങ്കിൽ നന്ദി കിടല്ലേ അത്? നീ ഇപ്പൊ പോണം, പോയി മാപ്പ് പറയണം. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ജലപാനം നിനക്ക് തരില്ല. പോ. ഒറ്റ തൊഴി വെച്ചെന്നാണ് അവളുടെ ഒടുക്കത്തെ തുമ്പലും. എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാറങ്ങൾ വന്ന് മുമ്പിൽ പെടും. ബുക്കിനെ ഓടിച്ച് കളിച്ച് നിൽക്കുന്നുണ്ടല്ലോ അസത്തും. നോക്കിയാനോമെന്ന് അധികം നീ ഇവിടെ നിന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇത് വെച്ച് മോതപ്പെട്ടൊരു കുത്തിയാൻ വെച്ചു. ഓടി വന്നു എടി പോകാൻ. ഇവിടെ നിന്നെ തന്നെ കരുത എവിടെ വരാൻ? എന്താ 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 നിന്റെ ഉദ്ദേശം? എന്റെ പിന്നാലെ വരുന്ന എന്തിനാന്നാ ചോദിച്ചത്? മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു എന്റെ പിന്നാലെ നിറങ്ങാൻ? കിളവിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ നിന്നെ എന്റെ പിന്നാലെ പറഞ്ഞയക്കാൻ? ഇല്ല, മുത്തശ്ശി പറഞ്ഞു മാപ്പ്. മുത്തശ്ശി മാപ്പ് പറഞ്ഞു? എന്ത് പിണ്ണാക്കിനെ? എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞു. മര്യാദയില്ലാതെ പെരുമാറിയെന്ന്. എന്നാ പിന്നെ നേരത്തെ അതങ്ങ് പറഞ്ഞു തൊലച്ചൂടായിരുന്നോ നിനക്ക്? എന്താ എന്താ പ്രശ്നം മീനാക്ഷി? ഇവിടെ പ്രശ്നമൊന്നുമില്ല. എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ. എന്താ പ്രശ്നം വല്ലതും ഉണ്ടാക്കണം? താനാരാ? താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഈ നാട് അല്പം പെശക. ഞാനും. ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി? ഇല്ല. അപ്പൊ ഞാൻ വരട്ടെ. എങ്ങോട്ട്?
അല്ല ഞാൻ പോട്ടെ. വണ്ടി എടുക്കടാ പൊട്ടാ. ഇതേതായി ജന്തു? നാട്ടിലെ വലിയ പണക്കാരനാ. ഇവിടുത്തെ തുണിക്കടയും തിയേറ്ററും ഒക്കെ ഇയാടെ